ഹായ് ഫ്രണ്ട്സ്, മല്ലു ട്രാവൽ റെക്കോർഡിൻ്റെ പുതിയ എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഓർഡിനറി സിനിമ കണ്ടതിന് ശേഷം ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഗവി വനത്തിൽ കൂടെയുള്ള ഒരു യാത്ര. രാവിലെ 5:30 പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമളിയിലേക്ക് പോകുന്ന ഓർഡിനറി ബസ്സിലെ യാത്ര വിവരണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. കൃത്യം രാവിലെ 5:30 തന്നെ ബസ് പുറപ്പെട്ടു. പത്തനംതിട്ടയിൽ നിന്നും ഗവി വഴി കുമളിയിലേക്ക് രാവിലെ 5:30-ക്കും 6:30-ക്കും ഉച്ചയ്ക്ക് 12:30-ക്കും വൈകുന്നേരം 6:30-ക്കും ഓർഡിനറി ബസ് സർവീസ് ഉണ്ട്. 208 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. രാവിലെ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിനായി ആങ്ങമൊഴി ജംഗ്ഷനിൽ നിർത്തി. ഇത് ആങ്ങമൊഴി പാലം. ഇതുവഴി ശബരിമലയ്ക്ക് പോകാം. ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് 31 കിലോമീറ്ററും ഗവിക്ക് 61 കിലോമീറ്ററുമാണ് ദൂരം. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം കഴിഞ്ഞു. എല്ലാവരും ബസ്സിൽ തിരിച്ചു കയറുകയാണ്. ഗവിയിലേക്കുള്ള ആദ്യത്തെ ചെക്ക് പോസ്റ്റായ ആങ്ങമൊഴി ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ നിന്ന് ഫോറസ്റ്റ് ഏരിയ തുടങ്ങുകയാണ്. ഈ പാതയിൽ 4 വീലർ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇത് ഓർഡിനറി സർവീസ് ആയതിനാൽ സീനറി കാണുവാനും ഡാം കാണുവാനും എവിടെയും നിർത്തുന്നതല്ല. രാവിലെ തന്നെ വന്യമൃഗങ്ങളെ കാണുവാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. ഈ യാത്രയിൽ നമ്മൾ 4 ഡാമുകളുടെ മുകളിലൂടെയും 1 ഡാമിൻ്റെ അരികിലൂടെയും കടന്നു പോകും. ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ആദ്യത്തെ ഡാമായ മൂഴിയാർ ഡാമിൻ്റെ മുകളിലൂടെയാണ്. മൂഴിയാർ അണക്കെട്ടും പവർ സ്റ്റേഷനും ശബരിഗിരി പദ്ധതിയുടെ ഭാഗമാണ്. ഇത് 1960-ന്റെ ആരംഭം മുതൽ നിലവിലുണ്ട്. കേരളത്തിലെ 2ാമത്തെ വലിയ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രമാണിത്. ഈ കാണുന്നത് മൂഴിയാർ ഡാമിൻ്റെ റിസർവറാണ്. അങ്ങകലെ ഡാമും കാണാം. ഇപ്പോൾ ഞങ്ങൾ മൂഴിയാർ ജംഗ്ഷനിലെത്തി. ഇവിടെ KSEBയുടെ ക്യാൻറ്റീൻ ഉണ്ട്. ഇവിടെ കഴിഞ്ഞാൽ ഗവി കടക്കും വരെ വേറെ റെസ്റ്റോറൻറ്റുകളില്ല.
ഞങ്ങൾ ആങ്ങാമൂഴിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുകൊണ്ട് ഇവിടെ ഇറങ്ങിയില്ല. ഈ കാണുന്നത് കക്കി ഡാമിൽ നിന്നും മൂഴിയാർ ഡാമിലേക്ക് ജലവിതരണം ചെയ്യുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകളാണ്. വളരെയധികം ദൂരം കാട്ടിലൂടെ യാത്ര ചെയ്തതിന് ശേഷം ഒരു മാൻകുട്ടിയെ കണ്ടു. നമ്മുടെ ബസ്സിൻ്റെ ശബ്ദം കേട്ട് മാൻകുട്ടി ഓടി മറഞ്ഞു. ആദ്യത്തെ വന്യമൃഗത്തെ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കണ്ടു മുന്നേറുമ്പോഴാണ് ഒരു കാട്ടുപോത്ത് ബസ്സിൻ്റെ മുമ്പിൽ റോഡിലൂടെ കടന്നു പോകുന്നത് കണ്ടത്. ഉടനെ ബസ്സിൻ്റെ മുൻഭാഗത്ത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ തിരക്ക് കൂടി. ഇതൊന്നും ശ്രദ്ധിക്കാതെ കാട്ടുപോത്ത് മെല്ലെ നടന്നകന്നു. ഞങ്ങൾ കാട്ടുപോത്തിനെ അടുത്ത് കണ്ട സന്തോഷത്തിൽ വീണ്ടും യാത്ര തുടർന്നു. എതിരെ വന്ന KSRTC ഓർഡിനറി ബസ് കുമളിയിൽ നിന്നും രാവിലെ 5:30 ഗവി വഴി പത്തനംതിട്ടയിലേക്ക് പോകുന്ന ബസ്സാണ്. കുമളിയിൽ നിന്നും അടുത്ത ഓർഡിനറി സർവീസുകൾ ഉച്ചയ്ക്ക് 12:30-ക്കും 1:30-ക്കുമാണ് ഉള്ളത്. മനോഹരമായ സൈറ്റ് സീയിങ്, എൻ്റർടൈൻമെൻറ്റ്, ബോട്ടിംഗ്, ഗവി യാത്രയിൽ ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് പത്തനംതിട്ട KSRTCയുടെ ഗവി ഉല്ലാസ യാത്ര ടൂറിസ്റ്റ് ബസ് ലഭ്യമാണ്. ആ കാണുന്ന പുൽമേടിൽ 30-ലധികം കാട്ടുപോത്തുകൾ മേയുന്നത് കാണാം. ഈ കാണുന്നത് ട്രീ ഹട്ടാണ്. ഇത് കക്കി ഡാമിൻ്റെ റിസർവർ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഫോട്ടോ എടുക്കുവാൻ 10 മിനിറ്റ് ബസ് നിർത്തി. റിസർവർ ആന വണ്ടിയുടെ ഇപ്പോൾ നമ്മൾ കടക്കുന്നത് കക്കി ഡാമിൻ്റെ മുകളിലൂടെയാണ്. ശബരിഗിരി ജലവൈദ്യുത വർധന പദ്ധതിയുടെ ഭാഗമാണ് കക്കി. ഇവിടെ കക്കി എക്കോ പോയിന്റിൽ ബസ് നിർത്തിയില്ല. വീണ്ടും കാടിൻ്റെ മനോഹാരിത കണ്ടു തീരും മുമ്പേ ആനത്തോട് ഡാമെത്തി. ഇതും ശബരിഗിരി ജല വൈദ്യുത വർധന പദ്ധതിയുടെ ഭാഗമാണ്.
വണ്ടി കാട് കീറി മുറിച്ച് വേഗത്തിൽ മുന്നേറുമ്പോഴാണ് 2 പിടിയാനകളെ കണ്ടത്. കുറച്ചു നേരം ബസ് നിർത്തി ആനകളെ കണ്ടതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. കുറച്ചു നേരത്തെ കാട്ടിലെ യാത്രയ്ക്ക് ശേഷം ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ കണ്ടക്ടർ ഇറങ്ങി എല്ലാ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ചെയ്തതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു. വലത്ത് ഭാഗത്ത് കാണുന്നത് കൊച്ചുപമ്പയിലെ ഗവി എക്കോ ടൂറിസം സെൻ്ററാണ്. കൊച്ചുപമ്പ ഡാം ഉള്ളിലാണ്. അവിടെ ബോട്ടിംഗ് സൗകര്യങ്ങളുണ്ട്. ഗവി കൊച്ചുപമ്പ ഭാഗത്ത് ആൾതാമസമുണ്ട്. ഇവിടെ ശ്രീലങ്കൻ തമിഴ് അഭയാർത്ഥികളാണ് താമസിക്കുന്നത്. തുടക്കത്തിൽ ഏലത്തോട്ടങ്ങളിലാണ് ജോലി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ എക്കോ ടൂറിസം പ്രോജക്റ്റിൻ്റെ ഭാഗമാണവർ. ഇടത് ഭാഗത്ത് കാണുന്നത് ഗവിയിലെ ഏക വിദ്യാഭ്യാസ സ്ഥാപനമായ ഗവൺമെൻറ് LP സ്കൂളാണ്. ഗവിയിലെ ജനങ്ങൾക്ക് ഈ KSRTC സർവീസാണ് കാട്ടിന് പുറത്ത് പോയി വരുവാനുള്ള ഏക മാർഗം. ബസ് ഏകദേശം ഗ്രാമവാസികളെ കൊണ്ട് നിറഞ്ഞു. അടുത്ത് നമ്മൾ കടക്കുന്നത് ഗവിയാർ ഡാമിൻ്റെ മുകളിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിലൂടെയാണ്. ഇവിടെ കടുവ ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ വീണ്ടും ഒറ്റയ്ക്ക് നിന്ന് വെള്ളം കുടിക്കുന്ന കാട്ടുപോത്തിനെ കണ്ടു. വീണ്ടും കുറച്ചു ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഒരു ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസിന് മുന്നിൽ ഒരു കാട്ടുപന്നിയെ കണ്ടു. ഏകദേശം 11 മണിയോടെ അവസാനത്തെ ചെക്ക് പോസ്റ്റായ വള്ളക്കടവ് പൂങ്കാവനം ചെക്ക് പോസ്റ്റ് കടന്നു കുമളിയിലേക്ക് യാത്ര തുടർന്നു. കുന്നുകളും കാടുകളും ഏലക്ക തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കടന്ന് ഡെസ്റ്റിനേഷനായ കുമളിയിൽ 11:30 ഞങ്ങൾ സുരക്ഷിതരായി വന്നു ചേർന്നു.